അമേരിക്കയിൽ പിടിയിലായ തീവ്രവാദി ഹർപ്രീത് സിംഗ് എന്ന ഹാപ്പി പാസിയയ്ക്ക് പാക് ചാരസംഘടനയായ ISIയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI ഉദ്യോഗസ്ഥരും പഞ്ചാബ് പോലീസും മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ ഭീകര സംഘടന ബബർ ഖൽസ ഇന്റർനാഷണലുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. അമേരിക്കയിൽ കാലിഫോർണിയയ്ക്ക് അടുത്തുള്ള സക്രാമെന്റോയിൽ വെച്ചാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ ഹർപ്രീത് സിംഗിനെ പിടികൂടിയത്. പഞ്ചാബിലെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഈ അറസ്റ്റ് എന്ന് പോലീസ് മേധാവി ഗൗരവ് യാദവ് ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു. പാസിയയെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നയതന്ത്ര തലത്തിൽ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹാപ്പി പാസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹർപ്രീത് സിംഗ് പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലെ പാസിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. ആദ്യകാലങ്ങളിൽ പഞ്ചാബിലെ മയക്കുമരുന്ന് അധോലോക തലവനായി വിലസിയ ഇയാൾ 2023-നും 2025-നും ഇടയിൽ പഞ്ചാബിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടന്ന നിരവധി കൊലപാതകങ്ങൾ, പോലീസിനെതിരായ ബോംബാക്രമണങ്ങൾ, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ എന്നിവയുടെ പ്രധാന സൂത്രധാരനായി പ്രവർത്തിച്ചതായി പഞ്ചാബ് DGP സമൂഹ മാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. ഇന്ത്യയിൽ അനേകം കുറ്റകൃത്യങ്ങൾ ചെയ്ത് പിടിക്കപ്പെടും എന്നായപ്പോഴാണ് ഹർപ്രീത് സിംഗ് വിദേശത്തേക്ക് കടക്കുന്നത്. നിലവിൽ മയക്കുമരുന്ന് കേസും ഭീകരാക്രമണ കേസുകളും UAPAയും ഉൾപ്പെടെ 33 കേസുകൾ ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുമുണ്ട്. 14 ഗ്രനേഡ് ആക്രമണങ്ങൾ ഉൾപ്പെടെ 16 ഭീകരാക്രമണ കേസുകളിൽ പാസിയയ്ക്ക് പങ്കുണ്ട് എന്ന് അന്വേഷണ ഏജൻസികളും അറിയിക്കുന്നു. ഖലിസ്ഥാൻ ഭീകര സംഘടനയായ ബബർ ഖൽസ ഇന്റർനാഷണലുമായും ഇയാൾക്ക് ബന്ധമുണ്ട് എന്നും സംശയിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനലുകളിൽ ഒരാളായ ഇയാളുടെ തലയ്ക്ക് ഗവൺമെന്റും NIAയും 5 ലക്ഷം രൂപ ഇനാമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ വിവിധ സുരക്ഷാ ഏജൻസികൾ 14 ലുക്കൌട്ട് നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ചണ്ഡീഗഡിലെ സെക്ടർ 10 പ്രദേശത്ത് നടന്ന ഗ്രനേഡ് ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ജീവനോടെയോ അല്ലാതെയോ ഇയാളെ പിടികൂടുന്നവർക്ക് 5 ലക്ഷം രൂപയുടെ പാരിതോഷികം NIA പ്രഖ്യാപിച്ചത്. പഞ്ചാബ് പോലീസിൽ നിന്ന് സൂപ്രണ്ടായി വിരമിച്ച ജസ്കിരത് സിംഗ് ചഹാലിനെതിരെയാണ് ഈ ആക്രമണം നടത്തിയത്. ഈ കേസിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഖലിസ്ഥാനി ഭീകരർ ഹർവിന്ദർ സിംഗ് സന്ധു എന്ന റിൻജ ഉൾപ്പെടെ 4 പ്രതികളിൽ ഒരാളാണ് പാസിയ. 2023 ഡിസംബറിൽ പഞ്ചാബ് പോലീസ് നടത്തിയ ഒരു ഓപ്പറേഷനിൽ ഹാപ്പി പാസിയയെയും ഷംഷേർ എന്ന ഹണിയെയും നേതൃത്വം നൽകിയ ഒരു ഭീകര സംഘത്തിനെ തകർത്തിരുന്നു. ഇതിലെ 9 ഭീകരരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ ഹാജരാക്കിയെങ്കിലും ഹർപ്രീത് സിംഗ് പിടിതരാതെ രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ ചണ്ഡീഗഡിലെ ആക്രമണം നടത്തിയത്. പിന്നീട് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. പാകിസ്ഥാൻ ചാരസംഘടനയുമായുള്ള ഇയാളുടെ ബന്ധം പോലീസിനും സുരക്ഷാ ഏജൻസികൾക്കും മുൻപ് തന്നെ അറിവുണ്ടായിരുന്നു. പാസിയയെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നും പഞ്ചാബ് DGP അറിയിച്ചു. കേന്ദ്ര സർക്കാരുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് എന്നും DGP വ്യക്തമാക്കി.